much because in Malayalam, if I think about my Malayalam, I'm going to get more nervous. Annie Chada, Jude Chada, thank you so much. Sai Kumara, everybody. നമസ്കാരം. നമ്മളിപ്പോൾ കണ്ടത് മലയാളത്തിൻ്റെ അഭിമാനമായ മോഹൻലാലിൻ്റെ മകൾ വിസ്മയ മോഹൻലാലിൻ്റെ വീഡിയോ ആണ്. 1-2 ദിവസമായിട്ട് ഈ വീഡിയോയ്ക്ക് ഒരുപാട് ട്രോളുകളും നെഗറ്റീവ് കമന്റ്സുകളൊക്കെ വരുന്നുണ്ട്. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാകും. വാസ്തവത്തിൽ എന്താണ് ഇത്? അതായത് വിസ്മയ മോഹൻലാലിനോട് അവർ അഭിനയിച്ച പടത്തിനെ കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് പറയാൻ പറഞ്ഞപ്പോൾ ആ കുട്ടി അതിനെക്കുറിച്ച് പറയാൻ ശ്രമിക്കുന്നതാണ് വീഡിയോ. അപ്പോൾ പറയാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് സ്റ്റേജ് ഫിയറുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ആ കുട്ടിക്ക് ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ടതാണ് ഈ ശരീരത്തിന്റെ ഈ ഓവർ ആക്ഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ. അതായത് സ്റ്റേജ് ഫിയറിനെ മറികടക്കുവാൻ വേണ്ടി നമ്മൾ മനഃപൂർവ്വമല്ലാതെ തന്നെ നമ്മുടെ ശരീരം കാണിക്കുന്ന ചില പ്രകടനങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അതിനെ പലതരത്തിലുള്ള വിമർശനങ്ങൾ, ട്രോളുകളൊക്കെ വരുന്നുണ്ട്. ഇത് കഥകളിയാണോ, ഒരു അരപ്പിരി ലൂസുണ്ടോ, വേറെ എന്തോ എവിടെയോ എന്തോ തകരാറ് പോലെ, എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേജ് ഫിയർ, പ്രസംഗ പേടി ഒഴിവാക്കാനുള്ള 5 കാര്യത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതിലൊന്ന്, നെഗറ്റീവ് കമന്റുകൾ വ്യക്തിപരമായി എടുക്കാതിരിക്കുക. നെഗറ്റീവ് കമന്റുകൾ പറയുന്നത് അത് അവരുടെ ഒരു അഭിപ്രായമാണ്. അതൊരിക്കലും നമ്മുടെ കഴിവിന്റെ അളവ് പോലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, സംസാരിക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യണം. അതായത് നമുക്ക് സംസാരിച്ച് തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒരു 4-5 സെക്കൻഡുകളാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ സംസാരിക്കാനുള്ള 2-3 വാചകങ്ങൾ നമ്മൾ നന്നായിട്ട് ഹൃദിസ്ഥമാക്കിയിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ പേടി നമുക്ക് പരമാവധി കുറഞ്ഞു കിട്ടുമെന്നാണ്. മൂന്നാമത്തെ ഒരു കാര്യം, കണ്ണാടിക്ക് മുമ്പിൽ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. കണ്ണാടിക്ക് മുമ്പിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഐ കോണ്ടാക്ട്, അതുപോലെ നമ്മുടെ കൈകളുടെ ചലനങ്ങൾ, ഇതെല്ലാം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ ശബ്ദം, ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുകയാണെങ്കിൽ, പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആത്മവിശ്വാസം കൂടുമെന്നാണ്. അടുത്തൊരു കാര്യം, ചെറിയ സദസ്സിൽ നമ്മൾ തുടങ്ങണമെന്നാണ്. നമ്മൾ ആദ്യം തന്നെ വലിയ ഒരു സദസ്സിലേക്ക് പോകരുത്. ആദ്യം ചെറിയ ചെറിയ സദസ്സുകൾ, ചെറിയ ചെറിയ വേദികളിൽ നമ്മൾ സംസാരിച്ച് തുടങ്ങുക. അതായത് 5 പേര് അല്ലെങ്കിൽ 10 പേര് അടങ്ങിയ നമ്മുടെ സുഹൃത്ത് വലയങ്ങളിൽ നമ്മൾ സംസാരിക്കുക. അങ്ങനെ ആത്മവിശ്വാസം ലഭിച്ചതിന് ശേഷം നമ്മൾ വലിയ വേദികളിൽ പോവുകയാണെങ്കിൽ നമുക്ക് നന്നായി സംസാരിക്കാൻ കഴിയുമെന്നതാണ്. അടുത്തൊരു കാര്യം, ഞാൻ തെറ്റിയാൽ എന്നൊരു ചിന്ത ഒഴിവാക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, തെറ്റുകൾ സ്വാഭാവികമാണ്. വലിയ വലിയ പ്രഭാഷകർക്ക് പോലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തെറ്റ് പറ്റിയാൽ പിന്നെ അവിടെ പതറരുത്, ആ തെറ്റുമായി തന്നെ മുന്നോട്ട് പോകുക എന്നതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം, മറ്റുള്ളവരുടെ വാക്കുകൾ അത് ഒരിക്കലും നമ്മുടെ കഴിവിന്റെ അളവ് പോലല്ല എന്ന് മനസ്സിലാക്കണം. വീണ്ടും സ്റ്റേജിൽ കയറാനുള്ള ധൈര്യമാണ് നമ്മുടെ യഥാർത്ഥ വിജയം. താങ്ക് യു.